നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഡൊമസ്റ്റിക് ഫുട്ബോളിൻ്റെ ആവേശത്തിൽ നിന്ന് നമ്മൾ വീണ്ടും ചാമ്പ്യൻസ് ലീഗിൻ്റെ ആവേശത്തിലേക്ക് മാറുകയാണ്. ചാമ്പ്യൻസ് ലീഗിൻ്റെ മാച്ച് ഡേ 5 ഇന്നും നാളെയുമായിട്ട് നടക്കുകയാണ്. വമ്പൻ ടീമുകൾ നിർണായകമായ പോരിന് ഇറങ്ങുന്നു. ഓൾറെഡി ലീഗ് ഘട്ടത്തിലെ പകുതി മത്സരങ്ങൾ കഴിഞ്ഞു. ഓരോ ടീമിന് 8 മത്സരങ്ങളാണല്ലോ കളിക്കാനുള്ളത്. ഇനി 5ാം റൗണ്ട് മത്സരം. ഇനി അങ്ങോട്ട് അതിനിർണായകം എന്ന് തന്നെ പറയണം. പല ടീമുകളുടെയും സ്ഥിതിവിശേഷം അത്ര നല്ല രൂപത്തിലല്ല. ലിവർപൂളാണ് ഏതായാലും 4 റൗണ്ട് കഴിയുമ്പോൾ എല്ലാ കളികളും വിജയിച്ചു പോകുന്ന ഒരേ ഒരു ടീം. പെർഫെക്റ്റ് സ്റ്റാർട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിലനിർത്തുന്ന ഒരേ ഒരു ടീം ആർനെ സ്ലോട്ടിൻ്റെ ലിവർപൂളാണ്. 4 കളികളിൽ നിന്ന് 4 വിജയം. അവർ 12 പോയിൻറ്റുമായിട്ട് ഒന്നാമതാണ്. രണ്ടാമത് സ്പോർട്ടിംഗ് ആണ്. ഒപ്പം തന്നെ മൊണാക്കോയുമുണ്ട്. 2 ടീമുകൾക്കും 10 പോയിൻ്റ് ഉണ്ട്. ബ്രസ്റ്റിനും ഇൻ്ററിനും 10 വീതം പോയിൻറ്റുകളുണ്ട്. സോ അവരാണ് ആദ്യ 5 സ്ഥാനങ്ങളിൽ വരിക. അതിനുശേഷം FC ബാഴ്സലോണ 4 കളി 9 പോയിൻറ്റ്, ഡോട്ട്മുണ്ട് 4 കളി 9 പോയിൻറ്റ്, ആസ്റ്റൺ വില്ല 4 കളി 9 പോയിൻറ്റ്. അവരാണ് 8ാമത്. ആദ്യ 8 സ്ഥാനത്തുള്ള ടീമുകൾക്കാണ് നേരിട്ട് ക്വാർട്ടർ ഫൈനലിന് പ്രീ ക്വാർട്ടറിന് യോഗ്യത ലഭിക്കുക. അക്കാര്യം നിങ്ങൾക്കറിയാമല്ലോ. വീണ്ടും അത് വിശദീകരിക്കാൻ പോകുന്നില്ല, കളിയുടെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളത്. അതിന് താഴെ അറ്റ്ലാന്റ 4 കളി 8 പോയിൻറ്റ് 9ാം സ്ഥാനത്ത്. മാഞ്ചസ്റ്റർ സിറ്റിക്കും യുവൻറ്റസിനും ആഴ്സണലിനും ബയർ ലെവർക്യൂസനും ലില്ലിയോയസിക്കും സെൽറ്റിക്കിനും ഡൈനാമോ സെഗ്രബിനും 7 വീതം പോയിൻറ്റുകളാണ്. അവർ യഥാക്രമം 9 മുതൽ 16 വരെ സ്ഥാനത്ത് നിൽക്കുന്നു. ഇവിടെ 10 മുതൽ 16 വരെ സ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരേ പോയിൻ്റ് ആണെങ്കിൽ പോലും ഗോൾ ഡിഫറൻസിന് വലിയ പ്രാധാന്യം ഇത്തവണ വരാൻ പോകുന്നു എന്നുള്ളതാണ്. ദെൻ ബയൺ മ്യൂണിക്ക്, അതുപോലെ റയൽ മാഡ്രിഡ്, ബെൻഫിക്ക, AC മിലാൻ, ഫെനൂർദ്, ക്ലബ് ബ്രൂഗെ, അത്ലറ്റിക്കോ മാഡ്രിഡ് എന്നിവർക്ക് 6 വീതം പോയിൻറ്റുകളാണ്. അവർ യഥാക്രമം 17 മുതൽ 23 വരെ സ്ഥാനത്ത് നിൽക്കുന്നു. PSV ഐന്തോവന് 4 കളി 5 പോയിൻറ്റ് 24ാമത്. അപ്പോൾ ആദ്യത്തെ 8 സ്ഥാനം കഴിഞ്ഞാൽ പിന്നെ 9 മുതൽ 24 വരെ സ്ഥാനമുള്ള ടീമുകൾക്ക് ഒരു പ്ലേ ഓഫ് കളിക്കണം. അതിനുശേഷമാണ് റൗണ്ട് ഓഫ് 16ലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഓരോ കളിയും അത് നിർണായകമാണ് എന്ന് മാത്രമല്ല, അടിക്കുന്ന ഗോളുകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ചെറിയ ടീമുകളെ കിട്ടിയാൽ പൊളിച്ചടുക്കി ഗോൾ വർഷം നടത്താൻ വേണ്ടി ടീമുകൾ പരിശ്രമിക്കുന്നതും മറ്റൊന്നും കൊണ്ടല്ല എന്ന് തിരിച്ചറിയുക. ഏതായാലും ഇന്നത്തെ മത്സരങ്ങളുടെ സമയക്രമം നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കുകയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 11:15 സ്ലോവൻ ബ്രാറ്റിസ്ലാവയ്ക്കെതിരെയാണ് AC മിലാൻ കളിക്കുന്നത്. ഗോൾ വർഷം നടത്താനുള്ള ഒരു ശ്രമം അവർ നടത്തുമെന്ന കാര്യം ഉറപ്പാണ്. അതേ സമയത്ത് തന്നെയാണ് സ്പാർട്ട പ്രാഹയ്ക്കെതിരെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മത്സരം. പിന്നെ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30 മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഫെനൂർദിൻ്റെ കളിയുണ്ട്. ശ്രദ്ധിക്കുക, സിറ്റി തുടരൻ കളികൾ വ്യത്യസ്ത കോമ്പറ്റീഷനുകളിലായിട്ട് പൊട്ടി നിൽക്കുകയാണ്. 5 കളികൾ തുടർച്ചയായി പൊട്ടിയതിൻ്റെ ക്ഷീണം മാറ്റേണ്ടതുണ്ട്. അതിനവർക്ക് ഇന്ന് കഴിയുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. അതേസമയത്ത് തന്നെയാണ് FC ബാഴ്സലോണ ബ്രസ്റ്റിനെതിരെ കളിക്കാൻ ഇറങ്ങുന്നത്. ഒരു വമ്പൻ പോരാട്ടം PSG വേഴ്സസ് ബയേൺ രാത്രി ഇന്ത്യൻ സമയം 1:30 ബയേണിൻ്റെ മൈതാനത്ത്. അതേസമയത്ത് ഇൻ്റർ മിലാൻ RB ലൈപ്സിഗുമായിട്ട് കളിക്കുന്നു. യങ് ബോയ്സ് വേഴ്സസ് അറ്റ്ലാന്റ, ബയർ ലെവർക്യൂസൻ വേഴ്സസ് RB സാൽസ്ബർഗ്, സ്പോർട്ടിങ്ങിനെതിരെ ആഴ്സണലിൻ്റെ പോരാട്ടം. അതും ഒരു തീ പറക്കുന്ന പോരാട്ടമായിരിക്കും. സോ ഈ മത്സരങ്ങളാണ് ഇന്ന് രാത്രി നടക്കാൻ പോകുന്നത്. കാത്തിരിക്കാം ഇന്നത്തെ UCL പോരാട്ടങ്ങൾക്കായി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.